ജിണ്ടു എന്റെ കാലൊന്ന് നിലത്ത് മുട്ടിക്കേ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാ വിചാരിക്കും ഞാൻ പറക്കുകയാണെന്ന്. എന്നെ വിട് ജിണ്ടു, എന്നെ ഒന്ന് വിട്, ദയവേത് എന്നെ ഒന്ന് വിട്. നിന്നെയും കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളൂല. ഇനി നീ പുറകിൽ തന്നെ കിടന്നോ, ഞങ്ങളെ തോപ്പിക്കാൻ നിനക്കാവില്ല. അതെ, ആ പയ്യൻ വരുന്നുണ്ട്. നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും തടയേ. നീ ഇവിടെ ഇങ്ങനെ കിടന്നോടാ മോനെ, ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കോ. ഇത് ഊഞ്ഞാലാടേണ്ട പ്രായം തന്നെയാ. ആ ഞാൻ ഇവിടെയുണ്ട് ബോസ്, പറയൂ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഈ വലയെടുത്ത കുട്ടികളുടെ ദേഹത്തേക്ക് എറിയ. അവര് വീറിനെ കളിയാക്കിട്ടാ പോയത്. എന്റെ പൊന്നു ജിണ്ടു, വീറിനെ പുറത്തെടുത്തിട്ട് വേണ്ടായിരുന്നു എറിയാ. അയ്യോ, റോബോട്ടേ, പോയി അവനെ പിടിക്കുക. ഓ, ഇതിന്റെ ബ്രേക്ക് ഇവിടെയാണോ? പക്ഷെ ഇത് കിട്ടുന്നില്ലല്ലോ. ആരോ ഇത് കേടാക്കിയെന്നാ തോന്നേ. ഈ ട്രെയിൻ നിർത്തിയേ പറ്റൂ. നീ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കാൻ വന്നല്ലോ. താങ്ക് യു. അല്ല, നീ ഈ ട്രെയിനിനെ ആകാശത്തോടെ എങ്ങോട്ട് കൊണ്ടുപോവാ? വേഗം ഇതിനെ റെയിൽവേ ട്രാക്കിലേക്ക് ലാൻഡ് ചെയ്യിക്ക്. ഓ സോറി ബോസ്. ട്രെയിനിന് എന്താ സംഭവിച്ചത്? നീ എവിടെ പോയി? ജിണ്ടുവെ ട്രെയിന് തെറ്റായ ട്രാക്കിലാ ലാൻഡ് ചെയ്യിച്ചേ. ജിണ്ടു, ഈ ആൾക്കാരെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നീ വേഗം നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ചിട്ട് ഇവരുടെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളാ.
അക്കടം പക്കടം ബാലം ഫാലം ഇവിടെയുള്ള എല്ലാവരുടെയും ഓർമ്മ മാഞ്ഞു പോകട്ടെ. ഇവർ ഇത്രയും നേരം കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകട്ടെ. എനിക്ക് അറിയായിരുന്നു വീർ, ഇത് നിന്റെ പണിയായിരിക്കുമെന്ന്. ആരെങ്കിലും എലിയാക്കണോ വീർ? അയ്യോ, ആരും എലിയൊന്നും ആക്കണ്ട. നീ എന്നെ ഒരു വെള്ളക്കാശായം അണിഞ്ഞ സ്വാമിയാക്കി മാറ്റി. ഇപ്പൊ ശരിയാക്കി തരാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. താങ്ക് യു ജിട്ടു. അതെ വീർ, നീ സ്വാമിയുടെ വേഷമൊക്കെ കിട്ടി, പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അവരെങ്ങാനും നിന്നെ തിരിച്ചറിഞ്ഞ ഈ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയി പോവും. ചുൾബുൾ, ഇംലി നമ്മളെ തിരിച്ചറിയുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം. അഥവാ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നീ എന്റെ അടുത്തുനിന്ന് മാറി നിക്ക്. ഓം നമ ശിവായ ഇംലി മോളെ. നമസ്കാരം സ്വാമി. സ്വാമിക്ക് എന്റെ പേരെങ്ങനെ അറിയാം സ്വാമി? എനിക്ക് നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരറിയാം ഇംലി മോളെ. നിന്റെ അച്ഛന്റെ പേര് സിൻഹായ് എന്നല്ലേ? നിന്റെ കൂട്ടുകാരന്റെ പേരാണ് വീർ, പിന്നെ ചുൾബുളും. ഹായ്, ഇത് കൊള്ളാലോ സ്വാമി. സ്വാമി ഒരു അന്തര്യാമിയാണ്. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അമ്മയും അച്ഛനെ കൂട്ടിട്ട് വരാവേ. സ്വാമി ഇവിടെ തന്നെ നിക്കണേ. ചുൾബുൾ, പണി പാളി. ഇംലി അവളുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ചോണ്ട് വരാൻ പോയിരിക്കാ. ഈ ഇത്തിരി പോന്ന സ്വാമി ഇതാരാണ്? അതും ആ ചുൾബുളിന്റെ കൂടെ അവിടെ എന്ത് ചെയ്യാണ്? അവളുടെ അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ എനിക്ക് ഈ വേഷത്തിൽ നിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഇവിടുന്ന് മുങ്ങിയേക്കാം. അമ്മ അച്ഛനെ എത്തിപ്പോയി. എവിടെയാ അവർ? അവരെ വിളിക്കരുത് പ്ലീസ്. ഇംലി വിളിക്കരുത്. നീ വീരല്ലേ? എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. നിന്റെ രൂപമാറ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജിൻടു, ജിൻടു, വേഗം വാ. യെസ് ബോസ്, എന്താ ഞാൻ ചെയ്യണ്ട? എന്നെ പഴയ പോലെ ആക്ക്. ഓക്കെ ബോസ്. മമ്മി, വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള സെയിൽ നടക്കുക. ഒന്നിന് രണ്ട് സൗജന്യമായി കിട്ടിയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം. എടാ, നീ മരത്തെ കയറിയിരുന്ന് എന്തെടുക്കുകയാണ്? സെയിൽസ് നടക്കുന്നത് എവിടെയാന്ന് പറ. സെയിലൊന്നും അല്ല, ഇത് അതിനേക്കാൾ വലിയ കാര്യമാ. ഞാൻ അമ്മയെ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. മമ്മി, ദേ അങ്ങോട്ട് നോക്ക്. കണ്ടില്ല ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന്? വേഗം നോക്ക്. ജിൻഡു, വേഗം എന്നെ വീണ്ടും സ്വാമിയാക്ക്. സ്വാമിയായിട്ട് വേണം എനിക്ക് പ്രകാശിനെയും അവന്റെ കൂട്ടുകാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ. ഓക്കെ ബോസ്. നമ്മളെങ്ങനെയാ ഇവിടെ എത്തിയത്? ഇപ്പോഴാണ് ഫോൺ വന്നത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിന്ന് കുറച്ച് ആളുകൾ നമ്മുടെ സ്കൂൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരുന്നുണ്ട്. അവർ ഇന്ന് തന്നെ എത്തും. ഇപ്പൊ എന്താ ചെയ്യാ? സ്കൂളിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഭിത്തിയെ പെയിന്റ് പോലും അടിച്ചിട്ടില്ല. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയല്ലേ. വൈകുന്നേരത്തിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ ശരിയാക്കി എടുക്കാനാ? ഞാനും അതോർത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. ഇവരെന്താ പെട്ടെന്ന് വരുന്നത്? ഇന്നത്തോടെ എന്റെ ജോലി പോകുന്നു തോന്നുന്നു. സർ, ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് ഈ സ്കൂളിന് മൊത്തം പെയിന്റ് അടിക്കാം. വേണ്ട പേർ, ഞാൻ കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യിപ്പിക്കില്ല. സർ, ഇത് നമ്മുടെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാ. എല്ലാ കുട്ടികളും ചേർന്ന് സന്തോഷത്തോടെ പെയിന്റ് അടിക്കും. സാർ, ഇവൻ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. വൈകുന്നേരത്തിനുള്ളിൽ പണി തീർക്കാൻ സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആണ്. എന്റെ അപ്പൂപ്പ പറയാറുണ്ട്, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്നവരെയാണ് വീരെന്ന് വിളിക്കുന്നത്. നിനക്കപ്പോൾ എന്നേക്കാൾ കാര്യങ്ങൾ അറിയാമെന്നാണ്. ഇത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിനർത്ഥം ഇത് നടക്കില്ലെന്ന് തന്നെയാ. സാർ, സാർ എന്നെ വിശ്വസിച്ചേ മതിയാവൂ. ഇതെന്റെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാണ്. ഇതെനിക്ക് ചെയ്തേ മതിയാവൂ. അപ്പൊ എനിക്ക് സ്കൂളിന്റെ അഭിമാനത്തെ പറ്റി ചിന്തയില്ലെന്നാണ്. മിസ്റ്റർ കക്കട്ട്, എനിക്ക് വീറിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ നമ്മുടെ സ്കൂളിലെ ഏറ്റവും ഇന്റലിജന്റും കോൺഫിഡന്റുമായ കുട്ടിയാണ്. ഇതിനു മുമ്പും അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവൻ ഒരിക്കലും ഒരു സാധാരണ സ്റ്റുഡന്റ് അല്ല. അതുകൊണ്ട് എനിക്ക് ഇവനെ പൂർണ്ണമായും വിശ്വാസമാണ്. ഐ തിങ്ക് നമ്മൾ ഇവന് ചാൻസ് കൊടുത്തേ പറ്റൂ. കക്കട്ട് സാർ, നിങ്ങളിപ്പോൾ എല്ലാ സ്റ്റുഡൻസിനെയും പുറകിലുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുപോയി സ്പോർട്സ് ഡേക്കുള്ള പ്രാക്ടീസ് ചെയ്യിപ്പിക്കോ. അപ്പോൾ വീറിന് ക്ലാസ് റൂം പെയിന്റ് ചെയ്യാനുള്ള സമയം ലഭിക്കും. സാർ, വീർ പറയുന്നത് കേൾക്കണ്ട. ഒടുവിൽ എല്ലാം ഇവൻ കൊളവാക്കും. കക്കട്ട് സാർ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി.
അതെ വീർ, പെയിന്റിംഗ് ചെയ്യാവുന്നൊക്കെ വാക്ക് കൊടുത്തതല്ലേ. പക്ഷെ എങ്ങനെ ചെയ്യുമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? വേഗം ജിണ്ടുവിനെ വിളിക്ക്. ഇനി അവനെ കൊണ്ടേ ഇത് ചെയ്യാൻ സാധിക്കൂ. നീ പറഞ്ഞത് ശരിയാണ് ചുൾബുൾ. ഞാനാണ് ജിൻ. എന്താ ചെയ്യണ്ട ബോസ്? ഇപ്പൊ നിന്റെ ബോസിന്റെ തത്തിനൊക്കെ പോയി കിടക്കുക. സ്കൂളിന് പെയിന്റ് അടിക്കണോ, അതാ പണി. ഇന്നാ പിടിച്ചോ.